أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ഇന്ന് തജ്വീദ് നിയമങ്ങളുടെ 14ാമത്തെ ഭാഗമാണ്. സുക്കൂനുള്ള നൂന് തൻവീനുമായി ബന്ധപ്പെട്ട അടുത്ത നിയമമാണ് ഇദ്ഗാം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് ഓതണം. ഇതിൻ്റെ നിയമം സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തൻവീനിന് ശേഷം യ, നൂൻ, മീം, വാവ് ഇതിൽ ഏതെങ്കിലും ഒരക്ഷരം വരികയാണെങ്കിൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഈ അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് ഇരട്ടിച്ച് മണിച്ചുച്ചരിക്കണം. മൻ പ്ലസ് യ എന്ന് വന്നാൽ മയ്യ എന്നുള്ള രീതിയിൽ അതിലേക്ക് ലയിപ്പിച്ച് ആ അക്ഷരത്തെ ഇരട്ടിച്ച് മണിച്ച് വേണം ഓതാൻ. അപ്പം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി കൊടുക്കുന്നത്. മയ്യശാഉ മിൻ വറാഇഹിം ഖൈറൻ യറഹു ത്വാഇഫതൻ മിൻഹും الذي جمع مالا وعدده. The term idgham refers to combining or merging one element with another. This rule applies when the letters ya, noon, mim, and waw are preceded by a noon sakin or tanween. In this case, the emphasis will be on the following letter due to the presence of a shadda, and it should be read with a nasal sound known as gunna, lasting for 2 harkat. Here are some examples to illustrate this rule. من يشاء من ورائهم خيرا يره طائفة منهم الذي جمع مالا وعدده.